ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. മക്കളെ, നമ്മുടെ നീറ്റ് 2026 ഇനി വെറും 2 ആഴ്ചയേ ഉള്ളൂ. നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമാണ് ഈ ഒരു ലാസ്റ്റ് 2 വീക്സ്. ഈ ലാസ്റ്റ് 2 വീക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രാക്ടീസിങ് മോക്ക് ടെസ്റ്റ്. ഡെയിലി നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്യണം. നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട, അതൊഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാം പേപ്പർ അനാലിസിസും നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് മറന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അറ്റൻഡിങ് മോക്ക് ടെസ്റ്റ് ആൻഡ് doing detailed exam paper analysis. രണ്ടാമത്തെ കാര്യം, പ്രോപ്പർ റിവിഷൻ. ഇനി വരാൻ പോകുന്ന 2 വീക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോളജിയാണ്. നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാമിൽ 360 മാർക്ക്, അതായത് ഹാഫ് ഓഫ് ദ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട സബ്ജക്റ്റും ബയോളജി തന്നെയാണ്. കാരണം നമ്മൾ ബയോളജി വായിച്ചില്ലെങ്കിൽ പലപ്പോഴും ഈവൻ നമുക്ക് നല്ലോണം അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ലാസ്റ്റ് ഫൈനൽ നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പറ്റുമെങ്കിൽ ഒന്നോ, അല്ലെങ്കിൽ ഇഫ് നിങ്ങൾക്ക് 2 തവണ പറ്റുമെങ്കിൽ 2 തവണ, അല്ലെങ്കിൽ അത് കൂടുതൽ തവണ പറ്റുമെങ്കിൽ അത്രയും തവണ നിങ്ങളത് റിവൈസ് ചെയ്തിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫിസിക്സിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ ബുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം. ആൻഡ് അത് ഡെയിലി ഒരു 3-4 ചാപ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോകണമെന്ന്. ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി മെയ്ഡ് ദ ഇക്വേഷൻ ബുക്ക് ആൻഡ് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നിങ്ങൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഇക്വേഷൻ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇനി കെമിസ്ട്രീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് കൈൻഡ് ഓഫ് ബയോളജി ചാപ്റ്റേഴ്സ് പോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് വായിച്ചാലാണ് നിങ്ങൾക്ക് ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബയോളജി പോലെ പറ്റുന്നത് അത്രയും നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സും വായിച്ചു പോകാൻ നോക്കുക. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഓൾറെഡി ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ ഇക്വേഷൻസ് വായിക്കാൻ നോക്കുക, റിവൈസ് ചെയ്യുക. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സിൽ നെയിംഡ് റിയാക്ഷൻസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ നെയിംഡ് റിയാക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസം കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ നോക്കുക. അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താ വെച്ചാൽ, ബയോളജിയും ഇനോർഗാനിക് കെമിസ്ട്രിയും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആവുന്നത് അത്രയും വായിക്കാൻ നോക്കുക. കൂടുതൽ ഫോക്കസ് ബയോളജിക്ക് കൊടുക്കുക. ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഡെയിലി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കൂടാണ്ട് ഇക്വേഷൻ ബുക്ക് ഡെയിലി വായിക്കുക, ഒരു 3 to 4 ചാപ്റ്റേഴ്സിൻ്റെങ്കിലും വെച്ചിട്ട്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾ എല്ലാ റിയാക്ഷൻസും എഗെയിൻ വായിച്ചിരിക്കണം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് നിങ്ങൾ നോക്കി സെലക്റ്റീവ് ആയിട്ടാണ് ഇനി നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് എല്ലാം പോയി ഇനിയും പഠിക്കാൻ സമയമില്ല. അപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യാനാണ് ഈ ഒരു ടൈമിൽ നോക്കേണ്ടത്. ഇനി ഈ റിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. കാരണം ഇനി വരാൻ പോകുന്ന ഒരു ടൈമിലുള്ള നിങ്ങളുടെ ഒരു സ്റ്റേറ്റസിൽ, നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അത് നിങ്ങളുടെ ഫൈനൽ നീറ്റ് എക്സാം എഴുതുന്ന ദിവസത്തെ ആ ഒരു കോൺഫിഡൻസിനെയും നിങ്ങളുടെ ആ ഒരു എഴുതാനുള്ള ആ ഒരു ആവേശത്തിനൊക്കെ എന്തായാലും ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് സ്ട്രെസ്ഡ് ആവാതെ വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ നേരിടാൻ വേണ്ടി നോക്കുക. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഇരുന്ന് പഠിച്ചിട്ട് ലാസ്റ്റ് നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്മയോ വന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള മാസങ്ങളാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക, കാർബ്സിൻ്റെ എമൗണ്ട് ഒക്കെ കുറയ്ക്കാൻ നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇനി ദ ലാസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, നിങ്ങളുടെ സ്ലീപ്പ്. ഞാനൊക്കെ എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ലാസ്റ്റ് ഒരു 1 മന്തിലൊക്കെ 7 hours 7.5 hours ഒക്കെ, ചിലപ്പോൾ 8 hours വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇനീഷ്യൽ ടൈംസിൽ 6 hours 6.5 hours വരെയൊക്കെ ആയിരുന്നു ഉറങ്ങാറുള്ളൂ. പക്ഷേ ലാസ്റ്റിലോട്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ അത്രയും റിവൈസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ, എൻ്റെ ബ്രെയിനിന് നല്ലോണം പെർഫോം ചെയ്യാൻ നല്ല രീതിക്കുള്ള സ്ലീപ്പും ആവശ്യമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് മക്കളടുത്തും പറയാനുള്ളത്. നല്ല രീതിക്ക് ഉറങ്ങുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വളരെ കൂളായിട്ട് നമ്മുടെ മെയ് 3-ാം തീയതിയുള്ള എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഐ എം 100% ഷുവർ ദാറ്റ് നിങ്ങൾ ഇത്രയും കാലം ഇട്ട എഫേർട്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു മെയ് 3-ാം തീയതിയുള്ള എക്സാമിന് വളരെ നല്ല രീതിക്ക് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ എത്തിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിർത്താം. ഇപ്പം എൻ്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുറേ കുട്ടികൾ, എനിക്ക് പേഴ്സണലി എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുട്ടികൾ വരെ
അതുവരെ അവർ അതായത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സ്കോർ ചെയ്ത മോക്ക് ടെസ്റ്റിലൊക്കെ ഉള്ള സ്കോറില്ല, അതിലും ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഫൈനൽ നീറ്റ് എക്സാമിന് സ്കോർ ചെയ്തിട്ടുള്ള കുറേ കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം അത് ഭയങ്കര ഭാഗ്യമാണ്, നമ്മൾ ഇത്രയും കാലം ചെയ്തതിനേക്കാളും കൂടുതൽ നീറ്റ് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾക്കും പറ്റുന്ന എനിക്ക് 100% ഷുവർ ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സൂപ്പറായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.